ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുവിന്റെ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഗലീല കടലിന് വടക്കുവശത്തുള്ള ഒരു പട്ടണമായ കഫർനഹൂമിലാണ് യേശു പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്. സെബൂലിൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. സെബൂലൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇത് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാനായിട്ടിടയായി. മശീഹായെക്കുറിച്ചുള്ള പഴയ നിയമ പ്രവചനങ്ങൾ ക്രിസ്തുവിൽ നിവൃത്തിയായി എന്ന് കാണിക്കുവാൻ മത്തായി യെശയ്യാ പ്രവാചകൻ്റെ വാക്കുകൾ ഇവിടെ ഉദ്ധരിക്കുന്നു. കഫർനഹൂമിലെ ആളുകൾ കഠിന ഹൃദയമുള്ളവരായിരുന്നു. ദൈവികവും ആത്മീകവുമായ പ്രവൃത്തികൾ മനസ്സിലാക്കുന്നതിൽ അവർ വളരെ അകലെയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളും അത്ഭുതകരമായ പ്രവൃത്തികളും ഒരുപാട് കണ്ടിട്ടും അവർ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അതിനർത്ഥം അവർ പാപത്തിൻ്റെ അന്ധകാരത്തിലിരിക്കുകയായിരുന്നു എന്നാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അതുകൊണ്ടാണ് അവർ മരണത്തിൻ്റെ ദേശത്തിലും ഇരുട്ടിലും ഇരിക്കുന്ന ജനം എന്ന് പറയുന്നത്. ഇത്രയും ഭയാനകമായ അവസ്ഥയിൽ നിന്ന് സർവ്വമാനവരാശിയെ മോചിപ്പിക്കാനാണ് കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നത്. മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുത്ഥാന നിമിത്തം പാപത്തെയും മരണത്തെയും പരാജയപ്പെടുത്തി. അവൻ എല്ലാ പാപികൾക്കുമേലും ഉദിച്ച വെളിച്ചമാണ്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വെളിച്ചം. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും പാപാന്ധകാരത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ പ്രവേശിക്കുന്നു. മരണത്തിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിക്കപ്പെടുന്നു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ശക്തിയിൽ നിന്നും നിങ്ങൾ രക്ഷിക്കപ്പെടട്ടെ. ഇത് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയാണ്.